ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പുതിയ ഒരു ആരാധനാ വത്സര കാലം ആരംഭിക്കുകയാണ്. ആരാധനോത്സരം ആരംഭിക്കുകയാണ്. മംഗളവാർത്ത കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് സഭ കടന്നിരിക്കുകയാണ്. നല്ല വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, പ്രതീക്ഷയുടെ ഒരു കാലഘട്ടം, കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടം. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ നിയമങ്ങളും പ്രാർത്ഥനകളും ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ മംഗളകരമായ വാർത്തകൾ വന്നറിയാനായിട്ട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായുടെ അംഗമായി ഞങ്ങളെ രമ്യപ്പെടുത്തി ദൈവപുത്രസ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്തകാലത്തിന് ഞങ്ങളെ വാഴ്ത്തുന്നു. മനുഷ്യവംശ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലും എല്ലാറ്റിന്റെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥായ ദൈവം. Each
കേൾപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും അങ്ങയുടെ സ്വഭാവത്തിന്റെ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുകയും യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 43-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവൻ. എന്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവൻ. സർവചരാചരവും ദൈവത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. മംഗളവാർത്ത കാലത്തിൽ കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലവാക്തം ചെയ്തികളാൽ നാഥനു സമനായില്ലാരും വാഴ്ത്തിടാം നിത്യം തിരുനാമം. നാഥനു സമനായി
കീർത്തനമൊന്നായി പാടിടുവിൻ. നിസ്തുലമാർഗം ചെയ്തിടാം. നാഥനു സമനായി എല്ലാവരും വാഴ്ത്തിടാം നിത്യം തിരുനാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. A reading from the book of Exodus, chapters 5, verses 21 to chapter 6, verse 4. May Christ bless you. Be subject to one another out of reverence for Christ. Wives, be subject to your husband as you are to the Lord. For the husband is the head of the wife, just as Christ is the head of the church, the body of which he is the Savior. Just as the church is subject to Christ, so also wives ought to be in everything to their husband. Husbands, love your wives, just as Christ loved the church and gave himself up for her, in order to make her holy by cleansing her with the washing of water by the word, so as to present the church to himself in splendor, without a spot or wrinkle or anything of the kind. Yes, so that she may be holy and without blemish. In the same way, husbands should love their wives as they do their own bodies. He who loves his wife also loves himself. For no one ever hates his own body, but he nourishes and tenderly cares for it, just as Christ does for the church, because we are members of his body. For this reason, a man will leave his father and mother and be joined to his wife, and the two will become one flesh. This is a great mystery, and I am applying it to Christ and the church. Each of you, however, should love his wife as himself, and a wife should respect her husband. Children, obey your parents in the Lord, for this is right. Honor your father and mother. This is the first commandment with a promise, so that it may be well with you and you may live long on earth. And fathers, do not provoke your children to anger, but bring them up in the discipline and instructions of the Lord. The gospel of the Lord. Praise be to Christ our Lord. Hallelujah, hallelujah, hallelujah.
പശ്ചാത്താപം നിന്ന് പരിശുദ്ധ സുവിശേഷം സേവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹെരോദേസ് യൂദയാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹരോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവന്റെ ഭാര്യ. അവരുടെ പേര് എലീസബത്ത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റ വിധം ചരിച്ചിരുന്നവരുമായിരുന്നു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു, കാരണം മധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് സക്കറിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ പൗരോഹിത്യാചാരപ്രകാരം കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർപ്പണം നടത്തുവാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയാധീനനാവുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കും. നിന്റെ ഭാര്യ എലീസബത്ത് നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യോഹന്നാൻ എന്ന പേര് വിളിക്കും. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അനേകം അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അവൻ കർത്താവിന്റെ മുന്നിൽ വലിയവനായിരിക്കും. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുൻപേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതാ, ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്തെന്നാൽ യഥാകാലം പൂർത്തിയാകാനിരിക്കുന്ന എന്റെ വാക്കുകൾ നീ വിശ്വസിക്കില്ല. ജനം സക്രിയായി കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെ പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. വിശുദ്ധ സ്ഥലത്ത് അവരുടെ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി. അവനവരെ ആദ്യം കാണിക്കുകയും ഊമനായി തുടരുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യയെ ഗർഭിണിയായി. 5 മാസം അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി. മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ അപമാനം നീക്കാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, സിറോ മലബാർ സഭയിലെ ആരാധന വത്സരത്തിന്റെ പുതിയ ഒരു കാലത്തിലേക്ക് നാം കടക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്കും നാം കടക്കുകയാണ്. മംഗളവാർത്ത കാലത്തോടുകൂടെ പുതിയ ഒരു വർഷം ആഗതമാവുകയാണ്. മംഗളവാർത്ത എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. സന്തോഷകരമായ വാർത്ത, നല്ല വിശേഷം, സദ്വാർത്ത എന്നൊക്കെയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നതാണ്
മനുഷ്യനു ലഭിച്ച ഏറ്റവും വലിയ സദ്വാർത്ത. ഈ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മകളും ഒരുക്കവുമാണ് മംഗളവാർത്താ കാലത്തിൽ നമ്മൾ നടത്തുക. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും കൽപ്പനകളും കൃത്യമായി പാലിച്ചവരുമായ സക്കറിയ ഏലീശ ദമ്പതികൾക്ക് ലഭിക്കുന്ന സദ്വാർത്തയാണ്. ഇതൊരു ചരിത്ര സംഭവമാണ്, ഒരു കഥയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൂക്കാസ് സുവിശേഷകൻ ഹെറോദേസ് യൂദയാ രാജാവായിരുന്നു എന്ന് പറഞ്ഞ് ഇത് തുടങ്ങുക. അബിയായുടെ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത വംശത്തിൽപ്പെട്ട സക്കറിയ, അതുപോലെ പുരോഹിത വംശത്തിൽപ്പെട്ട ഏലീശ, ഇവർക്ക് സന്താനമില്ലായിരുന്നു. സക്കറിയ പ്രായം കഴിഞ്ഞവനായിരുന്നു. ഏലീശ ആയാട്ടെ പ്രായം കഴിയുകയും വന്ധ്യയും ആയിരുന്നു. ഇവർക്ക് പുത്രനില്ലായിരുന്ന ഒരു കാലഘട്ടം, മക്കളില്ലായിരുന്ന ഒരു കാലഘട്ടം. പുരോഹിത ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് സക്കറിയായ്ക്ക് കുറുവീണ് അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണം നടത്തിക്കൊണ്ടിരുന്ന സക്കറിയുടെ മനസ്സിൽ ഉരുവെട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥന തനിക്ക് ഒരു പുത്രനെ ലഭിക്കണം എന്ന് മാത്രമായിരുന്നു. അവൻ്റെ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവം കേൾക്കുമെന്നും അതിന് ഉത്തരം കിട്ടും എന്നും സക്കറിയ പ്രതീക്ഷിച്ചിരുന്നില്ല. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ധൂപാർപ്പണ പീഠത്തിന്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ട് അവന് ഒരു പുത്രനെ വാഗ്ദാനം ചെയ്യുന്നു. അത് വിശ്വസിക്കാൻ സക്കറിയായി കഴിയുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കും എന്ന് അവൻ ഒരു മറുചോദ്യം ചോദിക്കുകയാണ്. ആദ്യമായിട്ടല്ല വന്ധ്യയായിരുന്നതും പ്രായം കഴിഞ്ഞവരുമായവർക്ക് ദൈവം പുത്രനെ നൽകുക. സക്കറിയ പുരോഹിത വംശത്തിൽപ്പെട്ട ആളാണ്. ഗ്രന്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് താനും. അബ്രാഹത്തിന്റെ കഥയെടുത്താൽ നമുക്കറിയാം, 100 വയസ്സ് കഴിഞ്ഞ അബ്രാഹിമിനും സാറായിക്കും ഇപ്രകാരമാണ് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയത്. ദൈവം ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമല്ല ഇത്. അതുപോലെ തന്നെ ഗബ്രിയേൽ ദൂതൻ ആദ്യമായിട്ടല്ല ധൂപാർപ്പണ പീഠത്തില് സായനബലിയുടെ സമയത്ത് പ്രത്യക്ഷപ്പെടുക. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 21-ാം വാക്യത്തില് ഇതേപോലെ ധൂപാർപ്പണ സമയത്ത് ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ട് ഗബ്രിയേൽ ദൂതൻ ജ്ഞാനവും അറിവുമൊക്കെ നൽകുന്നുണ്ട്. ഇതൊക്കെ സക്കറിയായ്ക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അവൻ പുരോഹിതനാണ്, എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനം അവിശ്വസിച്ചു എന്നതുകൊണ്ടാണ് ഒരു ശിക്ഷ എന്ന രീതിയിൽ സക്കറിയായ്ക്ക് ഒരു അടയാളം ദൈവം നൽകുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ കാലഘട്ടം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർ അക്ഷമരായിട്ടുണ്ടാവാം. കാത്തിരിപ്പ് ഇവരുടെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ചുണ്ടാവാം. മനുഷ്യന്റെ കാത്തിരിപ്പുകൾ ക്ഷയിച്ചു പോയാലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാറ്റമില്ല എന്ന് ഈ സക്കറിയായുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ പല കാത്തിരിപ്പുകളും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ഇടവരണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അത് നമ്മുടെ സമയത്തിനനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിനനുസരിച്ചാണ് എന്നത് തീർച്ചയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം എലീശയുടെ ഒരു പ്രാർത്ഥനയാണ്. എലീശ രഹസ്യത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യം, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കാൻ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ ആ കാലഘട്ടത്തിൽ മക്കളില്ലായ്മ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ശാപമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമാണ്. സന്താന സൗഭാഗ്യം ദൈവത്തിൻ്റെ വലിയ വരദാനമാണ്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊക്കെ കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ദൈവത്തിൻ്റെ നീതിയിലും കൽപ്പനകളുമൊക്കെ കൃത്യമായി പാലിച്ചിരുന്ന ഇവർക്ക് എന്തുപറ്റി എന്നൊരു പക്ഷേ ഇവരും ജനങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ടാവാം. ഒരു വലിയ അപമാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ദൈവം അവരുടെ അപമാനം നീക്കി വലിയ അത്ഭുതം പ്രവർത്തിച്ച് അവർക്ക് ഒരു മകനെ നൽകാൻ തിരുമനസ്സായിരിക്കുന്നു.
സ്നേഹമുള്ളവരെ, നമ്മളും ഒരുപക്ഷെ അപമാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടിയിരിക്കും. ജനങ്ങളെ നമ്മെ പലപ്പോഴും അപമാനിക്കുകയും എന്തു പറ്റിയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കും. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്നാൽ തീർച്ചയായിട്ടും അവിടുന്ന് എൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് തീർച്ചയാണ്. I'm so happy to help our children to make this solemn oath. This is in the history of the catechetical ministry of St. Thomas Sierra Malabar Foreign Church. We have introduced student council to give leadership to the students, to negotiate and help the students achieve their rights, and also to give leadership in guiding the students in the right path. And I'm sure that the people who are selected by the students from among them are the best to do all these responsibilities. And I wish them all success. And they have great people to guide them. They have Jose Verghese, Sister Jyoti, and also Viju. And also we have one person from the youth, from among the youth. And they are all going to guide these children in discharging their responsibilities. So my dear children, just to be reminded of the responsibilities that you are taking upon yourselves. And as a team, you work for the benefit of our student community. Because we have all these regulations and restrictions regarding meeting together and so on, we may have some problems in doing things, yet we will try our best to do everything in the best way possible. So my dear children, come forward. You face the people, okay? You face the people and stand. Come, listen. Now, as I'm going to read this formula, you will repeat with me. And after saying I, all of you say your first and the last names. And then, when you say the role, all of you may have, each one of you may have to say the position you're going to hold, okay? Ready? Raise your right hand up. And then say with me, I, say your name. Do solemnly affirm that I will faithfully and diligently execute my role as the, say the role. Of St. Thomas Catechism Student Council, and I will, to the best of my ability,
support and promote the ideals and activities of the Council. I will serve as a positive role model, a true leader, and voice for the student community, and will preserve, protect and foster values relevant to be a world Catholic. So help me God. May the blessings of Almighty God, Father, Son, and the Holy Spirit descend upon you and stay with you, now and forever. Amen. So congratulations, and God bless you, and do a good job. Okay. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അധഃപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായി ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ കാത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരങ്ങൾ ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെ ഞങ്ങളുടെ അതിരുദ്ധാധ്യക്ഷനായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രക്ഷകനായ മിശിഹായെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, ഈ മംഗളവാർത്തകാലത്തിൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വരെ മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ തിരുക്കുമാരന്റെ പ്രവൃത്തിരുന്നാൾ നൽകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. കർത്താവെ ആസ്വദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈവിനെ തലവരിക്കുകയും ആശ്വാസം സ്വീകരിക്കുകയും ചെയ്യുകയും കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ അഭിഷിക്തത്തിന് കഠിനമായ പീഠകൾ അനുഭവിച്ചു വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. ദൈവസ്വഭാവത്തിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവൽപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരം ബലഹീനമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോഷണം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. മാമോദിസയിൽ ജീവന്റെ അടയാളത്തിൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും സത്യയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. You
സർവശക്തനും പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായി ശരീരത്തിന് ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രവിസമാരമന്ത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വേഷമതിനേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കാണെന്ന് പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുക എളിയവരും പാപികളുമായിട്ടും ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും വൻതാപം വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും പ്രവർത്തനം വെച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവ്
വൈബുദ്ധജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സംബന്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹവും സഹവാസവും നമ്മോടുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധനായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളുടെ കൃതജ്ഞതയും എല്ലാ സത്യങ്ങളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലക ലോകത്തെയും ഇതിലുള്ള സകലത്തെയും നിലവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു.
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിലുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യരായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ നികാമയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം ഇടവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ദൈർഘ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശക്തരായ യാത്രക്കും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇറപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായി നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുവരെ ഇപ്പോൾ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ,
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമർപ്പിക്കാം. അനുതാപത്തിനുള്ള ഭാവ ശരണത്തോടെ അപരാധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൽ നടന്ന ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും പെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുത്വ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പശുതാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും മയക്കത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങളെ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ചവനോ വിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധ
പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ തിരുശരീരങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ചു. നിന്റെ രാജ്യത്തിലേക്ക് കാരുണ്യപൂർവ്വം ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാകുവിൻ. അരുതിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നെ സന്നിഹിതൻ എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങൾ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടുകൂടി ഇതിനെതിരേൽക്കുകയും നിന്റെ അഭ്യർത്ഥന നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യണേ. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത പുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ അകറ്റണമേ. ഞങ്ങളുടെ ദേശത്തെ സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അപേക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശം നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. ഭക്തരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോട് ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിലെ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായകനെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതാവും ദൈവവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവരുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി. മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെ കുറിച്ച് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ലോകരക്ഷകനായ മിശിഹായേ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാൻ ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും
സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. മനുജകുലത്തിൻ രക്ഷകനായി മണ്ണിലണഞ്ഞൊരു ദൈവസുതാ, പാവനമങ്ങേ തിരുനാമം പൂജിതമങ്ങേ സാന്നിധ്യം. ലോകത്തിൻ്റെ പ്രവാസം നീ, മധ്യകുലത്തിനു ശരണം നീ. സ്തുത്യർഹൻ നീ മിശിഹായേ, നിത്യവും അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്താകാലത്തിൽ നന്മ തെളിക്കും പാതകളെ യോഗ്യതയോടെ നീങ്ങിടുവിൻ. രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ. ദൈവം വരനിര ചൊരിയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളുവാനും കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇരുന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വേദികൾക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുവിലേക്ക് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം കവറെടുക്കുന്ന അവരുടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന വൃതാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയപുത്ര പ്രതിഷ്ഠിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസ്ഫുടങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിത്രത്തിന്റെ സൗഭാഗ്യത്തിന് മകുടവുമായി തരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും അങ്ങേ ശുശ്രൂഷകളെ വിശദീകരിക്കണമേ. വൈദികരാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഇതാണ് അറിയിപ്പില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് അറിയാവുന്നതുപോലെ COVID-19 പുതിയ നിബന്ധനകൾ, അതിനനുസരിച്ച് 10 പേർക്ക് മാത്രമേ ദേവാലയത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുർബാന കൂടുതലും ഓൺലൈനായിട്ടാണ്. ഞായറാഴ്ച രാവിലെ 9 മണിക്കും 11 മണിക്കും 5 മണിക്കത്തെയും കുർബാന ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നു. അതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്കത്തെ കുർബാനയും ശനിയാഴ്ച രാവിലെ 9 മണിക്കത്തെ കുർബാനയും നമ്മൾ ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നു. പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ കൂട്ടായ്മ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടണമെന്ന കാര്യം കൃത്യമായിട്ട് ഓർപ്പിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ കൂട്ടായ്മയ്ക്കാണ് നിങ്ങൾ കൊടുത്തിരിക്കുക. അതനുസരിച്ച് കൂട്ടായ്മ ലീഡേഴ്സ് വഴി പള്ളിയിൽ രജിസ്റ്റർ ചെയ്യണം, അത് ക്രമീകരണം ചെയ്യണം എന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ സപ്പോർട്ട് ഫണ്ട് $5371, സൂത്രക്കാഴ്ച $250. ഡിസംബർ 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 3:30 വരെ പൈസ അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ട് ഒരു ധ്യാനം രൂപതാതലത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. 5 മുതൽ 8 വരെയുള്ള ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ധ്യാനം. അതിന്റെ രജിസ്ട്രേഷൻ ഉടൻ തന്നെ നടത്തണമെന്ന് എല്ലാവരും ടീച്ചേഴ്സും അതുപോലെ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർപ്പിക്കുകയാണ്. മംഗളവാർത്താക്കാലത്തോടുകൂടെ പുതിയ ആരാധനാ വത്സരകാലം ആരംഭിച്ചിരിക്കുകയാണ്.
ഡിസംബർ 1 മുതൽ ക്രിസ്മസ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും നോമ്പ് നോക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ആ നോമ്പിന്റെ ഉപവാസത്തിന്റെയും വഴിയിലൂടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. ഡിസംബർ 5-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ദുബായ് നേഴ്സസ് മിനിസ്ട്രി ടീമാണ് ഇതിന് ഓറിയന്റേഷൻ നയിക്കുക. ഇടവകയിലെ എല്ലാ നേഴ്സുമാരും അതിനെ സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നേഴ്സുമാർക്ക് വേണ്ടി നമ്മൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നേഴ്സുമാരും അതിലെ അംഗങ്ങളാകണം എന്ന കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ സൺഡേ സ്കൂളിന്റെ സ്റ്റുഡന്റ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അവിടെ എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ സേവനം കുട്ടികൾക്കും സൺഡേ സ്കൂളിനൊക്കെ വേണ്ടി ദൈവത്തിന് മുൻപിൽ വിലയുള്ളതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റേച്ചൽ പാറേപ്പാടൻ ചെയർപേഴ്സണായും ജെയിംസ് പഴയടം വൈസ് ചെയറായും ജെയ്ക്ക് ജിമ്മി സെക്രട്ടറിയായും തെരേസ് ജോഷി ഐറൻ സിജി എന്നിവർ അംബാസിഡറായും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം എല്ലാവരും ഓർപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഈ ഒരു ആഴ്ച ദൈവത്തിന്റെ പരിപാലന നിങ്ങളെ പ്രത്യേകമായിട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.